എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദി ഹോം. ജെയിംസ് ഡിമാനോക്കോ സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ് ദി ഹോം. ആമസോൺ പ്രൈം വീഡിയോ വഴി ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് കിങ് കോൺകറർ. മൈക്കൽ റോബർട്ട് ജോൺസൺ സംവിധാനം ചെയ്ത ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ സീരീസ് ആണ് കിങ് കോൺകറർ. 25 ഓഗസ്റ്റിന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവി ധീരൻ. ജഗദീഷ് അശോകൻ, സുധീഷ്, മനോജ് കെ ജയൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ദേവദത്ത് ഷാജി സംവിധാനവും രചനയും നിർവഹിച്ച ചിത്രമാണ് ധീരൻ. മലയാറ്റൂർ ഗ്രാമവും അവിടുത്തെ ധീരനും അയാൾക്ക് വേണ്ടപ്പെട്ടവരുടെയും അയാളെ വേണ്ടാത്തവനായവരുടെയും കഥയാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. ഇതൊരു ആക്ഷൻ കോമഡി മൂവിയാണ്. സൺ നെക്സ്റ്റ് വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തത് ഒരു മലയാളം സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഉടനെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയതായി കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഡൊമിനിക്കിൻ്റെ OTT റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 28 അടുത്തത് ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഗുണ്ടാസംഘങ്ങളും ക്രൈംസുമായി പോകുന്ന കൊച്ചിയെ തൻ്റെ പ്രവർത്തനങ്ങളോടെ മാറ്റിയെടുക്കുന്ന ACP ബെഞ്ചമിൻ ജോഷുവ. അങ്ങനെ ഇരിക്കെ ചില മോഷണങ്ങൾ നടക്കുകയും ഈ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഈ കഥ പറയുന്നത്. C5 ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം ലാസ്റ്റ് വീക്കാണ് ഇതിൻ്റെ OTT റിലീസ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഫുട്ടേജ്. മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ടേജ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മാസം സർപ്രൈസായി റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്ത മലയാളം മൂവി ബാന്ദ്ര. ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉദയകൃഷ്ണയുടെ രചനയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത സിനിമയാണ് ബാന്ദ്ര. സിനിമാ താരവുമായി ബന്ധപ്പെട്ട കഥയാണ് സിനിമ പറയുന്നത്. 1990കളിൽ ഫ്ളാറ്റിൽ നിന്നും വീണ് മരിച്ച സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച ഒരു ഹിന്ദി നായകയുടെ ജീവിതമാണ്. ഇതിൽ ദിലീപിനെ കൂടാതെ തമന്ന, കലാഭവൻ ഷാജോൺ, സിദ്ദിഖ് എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. സിനിമയുടെ ഇതിവൃത്തം. ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഈ മാസം സർപ്രൈസായി റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് കിങ്ഡം. വിജയ് ദേവരക്കൊണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം ടിന്നനൂരി രചനയും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കിങ്ഡം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 28 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മാ. കാജോളിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിശാൽ ഫൂറിയ സംവിധാനം ചെയ്ത ഒരു ഹൊറർ മൂവിയാണ് മാ. OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് കൂലി. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ രജനികാന്ത് ഒരു ഗ്യാങ്സ്റ്റർ വേഷത്തിലാണ് എത്തുന്നതാണ് വിവരം. ചിത്രത്തിൽ ദേവ എന്ന കഥാപാത്രത്തെയാണ് രജനികാന്ത് അവതരിപ്പിക്കുന്നത്. മലയാളി താരം സൗബിൻ ഷാഹിറും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ബോളിവുഡ് താരം അമീർ ഖാൻ ദഹ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട്. ഇവരോടൊപ്പം നാഗാർജുന, ശ്രുതി ഹാസൻ, ഉപേന്ദ്ര, സത്യരാജ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നു. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. 120 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം OTT റൈറ്റ്സ് നേടിയത്. ഇതിന്റെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റൂമർ. അടുത്തൊരു തമിഴ് മൂവിയാണ് തലൈവൻ തലൈവി. വിജയ് സേതുപതിയെയും നിത്യമേനോനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പാണ്ഡിരാജ് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ആക്ഷൻ കോമഡി ചിത്രമാണ് തലൈവൻ തലൈവി. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 22 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു കന്നഡ മൂവിയാണ് സൂ ഫ്രം സോ. കന്നഡ നടനും സംവിധായകനുമായ രാജ്പി ഷെട്ടിയുടെ പുതിയ ചിത്രമായ സൂ ഫ്രം സോ 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമാണ്. ഇതിന്റെ ബഡ്ജറ്റ് വെറും 5 കോടി മാത്രമാണ്. ഇതൊരു കോമഡി ചിത്രമാണ്. ആദ്യാവസാനം വരെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. OTT റിലീസ് ഡേറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചിത്രം ഓഗസ്റ്റ് അവസാനത്തോടെ OTTയിൽ റിലീസ് ചെയ്യുമെന്ന് പുതിയ റിപ്പോർട്ടുകളുണ്ട്. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.